പാഠം 510 ഒരു തിരിച്ചറിവിന്റെ കഥ. മണി 8 കഴിഞ്ഞു. കഴിക്കാനൊന്നും ആയില്ലേ? പിന്നില്ലേ, നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലില്ലേ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 1ാം ഗ്ലാസ് സാമ്പാറും. മോഹനേട്ടൻ പോയി ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും എല്ലാം ഞാൻ എടുത്തു വെച്ചേക്കാം. തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലിന്ന് നീ പറയുന്നു. എന്റെ അഭിപ്രായം ഞാൻ കഴിച്ചിട്ട് പറയാം. മോഹനേട്ടന് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ വെച്ച് കഴിക്കുമ്പോൾ ഓരോരോ കുറ്റം പറയുമെങ്കിലും മറ്റുള്ളവരോട് നല്ല അഭിപ്രായം പറയുന്നൊക്കെ എനിക്കറിയാലോ. കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോ മോഹനേട്ടൻ അമ്മയോട് പറഞ്ഞില്ലേ, ഭാമ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ആണെന്ന്. അത് പിന്നെ നിനക്കൊരു നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. നിനക്ക് രുചിയായിട്ടൊന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ലെന്ന് അമ്മ അറിഞ്ഞാൽ അതിന്റെ മോശം എനിക്ക് കൂടെ അല്ലേ. എന്തായാലും മനസ്സിലുള്ളത് തുറന്നു പറയില്ല. എന്നെ ഒന്ന് അഭിനന്ദിച്ചെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ല കേട്ടോ. വെറുതെ അഭിനന്ദിച്ചിട്ടെന്താ കാര്യം? അഭിനന്ദിക്കാൻ തക്കതായ എന്തെങ്കിലും നീ ചെയ്യുമ്പോ അഭിനന്ദിക്കും. അല്ലാതെ നിന്നെ സന്തോഷിപ്പിക്കാനായി നിനക്കിഷ്ടമുള്ള അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ അതിന് വേറെ ആളെ നോക്കണം. അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പൗരന്റെ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അതാരാ വിളിക്കുന്നത് നോക്ക്. അപ്പോഴേക്കും ഞാൻ എന്റെ ജോലിയൊക്കെ തീർക്കാം. ഹലോ. അവരുടെ ആഴ്ചപ്പതിപ്പിൽ ജീവിതം പഠിപ്പിച്ച പാഠം എന്നൊരു കോളമുണ്ട്. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവർ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച കാര്യങ്ങളെ കുറിച്ച് എഴുതുന്ന ഒരു പങ്ക്തി. അടുത്ത ആഴ്ച അതിലെഴുതുന്നത് ഞാനാ. സുകുമാരന്റെ പോക്കുവരവിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. സുകുമാരന്റെ പോക്കുവരവുള്ള അപേക്ഷ എന്നിട്ട് എത്ര ദിവസമായി? 20 ദിവസമായി സാറേ. 20 ദിവസത്തിനുള്ളിൽ ഇതുവരെ ഒരു വസ്തുവും കെ മോഹനകൃഷ്ണൻ പോക്കുവരവ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് ഉത്തമന് അറിയാം. 1 മാസം കഴിഞ്ഞേ നടക്കുള്ളൂ എനിക്കറിയാം. എന്നാലും വെറുതെ സാറിനൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വക്കീലില്ലേ സാറേ? വക്കീൽ കഥ എഴുതുകയാണ്. കഥയാ? ഈ മലയാള ഭൂമി എന്നൊരു വാരികയുണ്ടല്ലോ, ആ വാരികയിൽ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. എന്നെ പഠിപ്പിച്ച പാഠം. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വേണ്ടത്ര ആലോചനയില്ലാതെ വന്നാൽ ജീവിതം തന്നെ ഇരുട്ടിലായി പോകുന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഞാൻ. സാധനം നഷ്ടപ്പെട്ട കാര്യം സതീശ ഇപ്പൊ വക്കീലിനെ വിളിച്ചു പറഞ്ഞു കാണും. ഇനി അവൾ എഴുതുകയാണെങ്കിൽ അപ്പ നോക്കാം. ഒന്ന് വായിക്കോ. ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവളുടെ വിവാഹം. ജീവിത പങ്കാളിയായി ലഭിക്കുന്ന മനുഷ്യന്റെ സ്നേഹവും കരുതലുമാണ് അവളുടെ ധൈര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളിൽ പകുതിയിലേറെ പേർക്കും വിവാഹം ഒരു ദുരന്തമായി മാറുകയാണ് പതിവ്. പോയില്ലേ ആ സത്യശീലനെ വിളിച്ചത്? ഞാൻ എന്റെ സമയം മെനക്കെടുത്തി കഷ്ടപ്പെട്ട് എഴുതിയ ആ ലേഖനം അയാളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിന്ന്. ബൈക്കിനെങ്ങാനും താഴെ വീണ് പോയതായിരിക്കും. ഞാൻ ഒന്നുകൂടി എഴുതി കൊടുക്കാമെന്ന്. എനിക്കതല്ലേ പണി. എന്നാലും അത് എവിടെ പോയിട്ടുണ്ടാവും? അതെങ്ങും പോയിട്ടില്ല. ഇവിടെ ഉണ്ട്.
ഞാൻ ശരിക്കും പേടിച്ചു പോയി. എന്തിന്? എന്റെ മോഹനേട്ടനെ പറ്റി ഞാൻ അങ്ങനെ എന്തെങ്കിലും വൃത്തികേട് എഴുതുമെന്ന് മോഹനേട്ടൻ കരുതിയോ? ഞാൻ ഈ ലേഖനത്തിൽ എഴുതിയതല്ല സത്യ, പച്ച പരമാർത്ഥം. എന്റെ വില്ലേജ് ഓഫീസർ ഒരു വലിയ സംഭവമല്ലേ? എടുത്തോ, ഇത് ഞാൻ പോകുന്ന വഴി മലയാള ഭൂമി കൊണ്ട് കൊടുത്തോളാം. അത് വേണ്ട, സത്യശീലനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഞാൻ തന്നെ കൊടുത്തോളാം. ഹോ, എന്തായാലും മറ്റൊരാളുടെ ബൈക്കിൽ നിന്ന് ഒരു സാധനം അടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കുറച്ച് കടുത്തു പോയിട്ടോ. ഇത് കേസ് മോഷണമാ. നല്ല വിശപ്പ്, തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി ഇരിപ്പില്ലേ? എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? ഞാനതിൽ വിഷം ചേർത്താലോ?